പരാജയ ഭീതിയെ തുടർന്നാണ് ഇത്തരത്തിൽ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നതാണ് LDF-ന്റെ ആരോപണം. അല്ല, ഞാൻ ചോദിക്കുന്നത് 2019 വരെ ഇവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമിനെ ന്യായീകരിച്ചിട്ട് പിണറായി വിജയൻ ദേശാഭിമാനി ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ 2006 തെരഞ്ഞെടുപ്പിൽ. 2009 PDP സ്ഥാനാർത്ഥിയായിരുന്നില്ലേ ഹുസൈൻ രണ്ടത്താണി, അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ഇവരും ഉണ്ടായിരുന്നില്ല. ജമാഅത്ത് അന്ന് വെൽഫെയർ പാർട്ടിയില്ല, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു. അന്നൊന്നും ഇല്ലാത്തൊരു കുഴപ്പം ഇപ്പം എങ്ങനെയുണ്ടായി? മാത്രമല്ല, വെൽഫെയർ പാർട്ടിയിൽ എല്ലാ ജാതി മതസ്ഥർക്കും അംഗത്വം കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ ഏതായാലും അവരാണ് തീരുമാനമെടുത്തത് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ അഖിലേന്ത്യാ തലത്തിൽ. അതിന്റെ ഭാഗമായിട്ട് നിലമ്പൂരും പിന്തുണയ്ക്കുന്നത്. നിലമ്പൂർ എന്താ ഇന്ത്യയിലല്ലേ? അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. നിലമ്പൂരേക്ക് തന്നെ വന്നാൽ അവിടെ സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ എഴുത്തുകാരും ഒക്കെ സ്വരാജിനെ അനുകൂലിച്ച് രംഗത്തെത്തുന്നതിനെ സതീശനെ എതിർക്കുന്നതായി കണ്ടു. അതായത് ജോയ് മാത്യുവിനെ പോലുള്ളവർ UDF-ന് വേണ്ടി ഇറങ്ങിയപ്പോൾ സ്ഥിരം ചില കഥാപാത്രങ്ങളെ കൊണ്ടിറക്കിയതാണ്. അതൊന്നും ഞങ്ങൾ അതിനൊന്നും വകവയ്ക്കുന്നില്ല. അതവരുടെ ഇഷ്ടം, അതവർ ചെയ്തോട്ടെ. അങ്ങനെയൊന്നുമില്ല, അവർ രാഷ്ട്രീയം പറഞ്ഞോട്ടെ. അതൊന്നും ജനങ്ങൾ വകവയ്ക്കില്ല. കാരണം അനുഭവിക്കുന്ന ജനങ്ങളാണല്ലോ. എഴുത്തുകാരും സാഹിത്യകാരന്മാരൊക്കെ കാലാകാലങ്ങളിൽ നിലപാട് മാറ്റും. എന്നാൽ മാറ്റാത്തവരും ഉണ്ട്. ഇടതുപക്ഷത്തിന് സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനമൊക്കെ ഉണ്ട്. അവരുടെ സ്റ്റാൻഡ് അവരെടുത്തോട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡായിട്ട് മുന്നോട്ട് പോകും. അല്ല, ഞങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്തല്ലോ. ഞങ്ങൾ പറഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആര് തെറ്റുകാരാണെങ്കിൽ ഞങ്ങൾ ആരും ന്യായീകരിക്കില്ല. ഒരു കുഞ്ഞ് മരണപ്പെട്ട് ദാരുണ സംഭവമാണ്. ഒരു കുടുംബത്തിൻ്റെ 2 പെൺമക്കൾക്കുള്ള ഒരു അത്താണിയായിരുന്നു ആ കുട്ടിക്ക്. ആ കുട്ടി മരിച്ചപ്പോൾ അത് നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഈ കെണി വെച്ച ആള് കൃഷിക്ക് വേണ്ടി കെണി വെച്ചതല്ല, പന്നിയെ പിടിച്ച് മാംസം വിൽക്കുന്ന ഏർപ്പാട് അയാൾക്ക്. അത് മാത്രമല്ല, മെയിൻ കണക്ഷൻ എടുത്തിട്ടില്ല, മെയിൻ ലൈനിനാണ് കണക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അതിൽ KSE ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് എന്ത് വേണമെങ്കിലും അന്വേഷിച്ച് ഞങ്ങൾ ആരും ന്യായീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികൾ അന്വേഷിച്ചോട്ടെ. അത് ഞങ്ങൾ CBI-നൊന്നും ഇപ്പം ഞങ്ങൾ പറയുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ഏജൻസി അന്വേഷിക്കട്ടെ. PDP പിന്തുണയെ MP ഗോവിന്ദൻ സ്വീകരിക്കുന്നു. അതായത് പീഡിത ജനവിഭാഗമാണ് PDP എന്ന് പറയുന്നത്. വെൽഫെയർ പാർട്ടി അതായത് അവരെ പിന്തുണയ്ക്കുന്നവരൊക്കെ പീഡിതരും പിന്നെ ജനാധിപത്യ വിശ്വാസികളും മതേതരവാദികളും. ഞങ്ങൾ ആരൊക്കെ പിന്തുണച്ചോ അവരൊക്കെ മോശക്കാരും വർഗീയവാദികളും. ഈ സ്റ്റാൻഡാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഇന്നത്തെ അധപ്പതനത്തിന്റെ മുഖ്യ കാരണം.